ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നത്തതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്രൊഡക്ട്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇത് പെയ്ഡോ സ്പോൺസേർഡോ ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡാണ്. പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കോർണറിലും അതുപോലെ ബാൽക്കണിയിലൊക്കെ പ്ലാന്റ്സ് വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 3300 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ബാംബു ആണ്. അവർ ഇതിൻ്റെ കൂടെ ഒരു താങ്ക് യു കാർഡും കൂടി വെച്ചിട്ടുണ്ട്. വളരെ നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ ഡാമേജ് ഒന്നും കൂടാതെ തന്നെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒരു പാക്കറ്റിൽ ഇതുപോലെ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യേണ്ട ഓരോ പാർട്സും ആണിത്. നമുക്ക് ഇത് ഓരോന്നായിട്ട് പുറത്തെടുത്തിട്ട് വെക്കാം. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡ്. ഈ ഒരു രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരിതിൻ്റെ കൂടെ ഇത് ഫിക്സ് ചെയ്യേണ്ട പ്രൊസീജിയറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത്. പിക്ചർ നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്തിട്ട് അവർ ആ ഒരു പിക്ചർ പോലെ വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ഇടുക അയക്കുക ഇതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയായിരുന്നു നമുക്ക് അത് ഫിക്സ് ചെയ്യേണ്ട ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ക്രൂവിൻ്റെ കൂടെ തന്നെ അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവരിതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരുന്നു. ഇത് ഏകദേശം ഐഡിയ മനസ്സിലായപ്പോൾ പിന്നെ ഫിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് അത്യാവശ്യം നല്ലൊരു വീതിയുണ്ട്. നമുക്ക് ബാൽക്കണിയിലൊക്കെ നല്ല സുഖമായിട്ട് വെക്കാം. കോർണേഴ്സിലും നല്ല വീതിയുള്ള കോർണറൊക്കെ ആണെങ്കിൽ ഇത് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. ഒരു 5-6 വലിയ പോട്ട്സും അതുപോലെ ഒരു 4-5 ചെറിയ പോട്ട്സും വെക്കാൻ പറ്റിയ അത്രയും സ്പേസ് ഈ ഒരു സ്റ്റാൻഡിനുണ്ട്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്ലാന്റ്. ഇത് റൂട്ട് ബ്രിഡ്ജസിൻ്റെ പ്ലാന്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. റൂട്ട് ബ്രിഡ്ജസ് അത്യാവശ്യം നല്ലൊരു സെല്ലറാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ZZ പ്ലാന്റാണ് വാങ്ങിയിട്ടുള്ളത്. ശരിക്കും ലൈവ് പ്ലാന്റ്സ് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ടെൻഷനാണ്. കാരണം നമുക്കറിയില്ലല്ലോ ഇത് ഹെൽത്തി ആയിട്ട് കിട്ടുമോ ഇല്ലയോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇതും കൂടി ഷെയർ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. 3-4 ദിവസം എടുത്തു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. എങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി ചാർജും കൂടിയിട്ട് 240 രൂപയാണ് ടോട്ടൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായത്. എനിക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും വേർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി ചാർജ് അടക്കം കൊടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ടും വേർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മണ്ണൊക്കെ അവരിതുപോലെ ടേപ്പ് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ മണ്ണും ഒന്നും ഇളകിയിട്ടില്ല. നമ്മൾ സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് ഒന്ന് റീപോട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഓൾറെഡി. അത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് നടുന്നത്. ഇതുപോലത്തെ വലിയ 4 പോട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ ഈ പോട്ട് വാങ്ങിയിട്ടുള്ളത്. 250 രൂപയാണ് ഒരു പോട്ടിന് വില ഉണ്ടായത്. നട്ടതിന് ശേഷം ഒരല്പം വെള്ളം ഇതിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് പ്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ 10 പ്ലേറ്റ്സാണ് വാങ്ങിയിട്ടുണ്ടായത്. ടോട്ടൽ 30 രൂപയാണ് ആയിട്ടുണ്ടായത്. പ്ലേറ്റ്സ് വെക്കുമ്പോൾ നമുക്ക്
വെള്ളം നനച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെള്ളം പോയി നിന്നോളും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് മറിച്ച് കളയാം. ഞാനിവിടെ ആദ്യം വലിയ പോട്ട്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വലിയ പോട്ട്സിലൊക്കെ ഞാൻ മണി പ്ലാന്റും ഫിലോഡെൻഡ്രോണൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നട്ടിട്ടുണ്ടായിട്ടുള്ള സിസി പ്ലാന്റുമാണ് ഉള്ളത്. നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഈ ഒരു സ്പേസിന് കണക്കായിട്ട് ഞാൻ 6 ചെറിയ പോട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് നേച്ചർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ പോട്ട്സ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചെറിയ പോട്ട്സൊക്കെ ഈ ഒരു സ്പേസിൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.